ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് പത്തിരി ഉണ്ടാക്കാം. നമ്മൾ റാഗിപ്പൊടി കൊണ്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. ഇത് പിന്നെ ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് നല്ല ചോക്ലേറ്റിൻ്റെ കളറുള്ള പത്തിരിയാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഇതിന് ചോക്ലേറ്റ് പത്തിരി എന്ന് പേരിട്ടത് കേട്ടോ. ചോക്ലേറ്റ് പത്തിരി എന്നൊക്കെ പറയുമ്പം കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് വെള്ളം എടുക്കണം. നമ്മൾ എത്ര കപ്പ് പൊടിയാണോ എടുക്കുന്നത് അതിന് അതേ അളവിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് 3 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പൊടി നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും എല്ലാ പൊടിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് വേവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല വെന്ത് വന്ന ഈ മാവ് നമുക്ക് ഒരു കുറച്ച് പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂട് വിടുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. കുറച്ചൊന്ന് തൊടാൻ പാകമുള്ള ചൂടാകുന്ന സമയത്ത് നമുക്കിത് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ മാവ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ അടർത്തി നമുക്ക് എന്തായാലും ഇനി മാവ് കുഴച്ചെടുക്കാൻ വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ മാവും കുറച്ച് കഴിഞ്ഞാൽ അടർന്ന് അങ്ങോട്ട് വന്നോളും. ഇനി നമ്മൾ മെല്ലെ മെല്ലെ നല്ലോണം കുഴച്ച് സോഫ്റ്റ് മാവാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും നൈസ് പത്തിരിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇനി അവസാനം ഇതിൻ്റെ അടിയിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന മാവ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടി കൂട്ടി കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായി കിട്ടും നമുക്ക്. ഇപ്പം നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം ഓരോ ഉരുളകളാക്കിയിട്ട്. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് മുകളിലൊക്കെ തേച്ച് കൊടുക്കുക. ഇനി ഇത് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പം ഇത് പ്രസ്സിലാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. ഞാൻ കുമാർ എന്ന് പറഞ്ഞ പ്രസ്സാണ് കേട്ടോ യൂസ് ചെയ്യണത്. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പ്രസ്സാണ് യൂസ് ചെയ്യണതെന്നൊക്കെ. നമ്മൾ പ്രസ്സിൽ പരത്തുമ്പോൾ കുറച്ച് എണ്ണ തൂവിയതിന് ശേഷം പരത്തുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പരന്നു കിട്ടും നൈസായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇത് വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രസ് വാങ്ങിക്കുമ്പോൾ ഈ സ്റ്റീലിൻ്റെ അതല്ലാത്ത ഉള്ളിൽ ഈ വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത ആ പ്രസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരുമ്പോൾ തന്നെ മറിച്ചിടണം. ഇത് ഈ സമയത്ത് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഇത് നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഇങ്ങനെ കുമിളകൾ വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ചെറുതായിട്ട് കുമിളകൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. ഇങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെ, മുട്ടക്കറീൻ്റെ കൂടെ, ബീഫ് കറി, ഫിഷ് കറി, ഉരുളക്കിഴങ്ങ് കറി, എല്ലാ കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. പിന്നെ വളരെ ഹെൽത്തിയാണ്. റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കര നല്ലതാണ് നമുക്ക് ശരീരത്തിന്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത്. താങ്ക് യു.